പീരുമേട് തട്ടാത്തിക്കാനം പൈൻകാട്ടിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികൾക്കായി ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചു. ലഘുഭക്ഷണവും പാനീയങ്ങളും ലഭ്യമാകുന്ന വിശ്രമ കേന്ദ്രവും ഇൻഫർമേഷൻ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പൈൻകാട്ടിലേക്ക് കയറുന്നതിന് കവാടവും ടിക്കറ്റ് കൗണ്ടറും ഒരുങ്ങി. പദ്ധതികളുടെ ഉദ്ഘാടനം വാടൂർ സോമൻ MLA നിർവഹിച്ചു. ഉദ്ഘാടന വേദിയുടെ 1.5 കിലോമീറ്ററിനുള്ളിൽ മന്ത്രിയുണ്ടായിട്ടും പീരുമേട് തട്ടാത്തിക്കാനത്ത് നടന്ന എക്കോ ഷോപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ മന്ത്രി AK ശശീന്ദ്രൻ എത്തിയില്ല. പ്രദേശത്തെ വന്യജീവി ശല്യത്തിൽ മന്ത്രിക്ക് നേരെ വ്യാപക പ്രതിഷേധം ഉയരുമെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് മന്ത്രി വേദിയിലേക്ക് എത്താതിരുന്നത്. ഓൺലൈനായി മന്ത്രി ഉദ്ഘാടനം നടത്തുമെന്നാണ് അറിയിപ്പുണ്ടായതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അതും നടന്നില്ല. തുടർന്ന് വേദിയിൽ ഉണ്ടായിരുന്ന പീരുമേട് MLA വാടൂർ സോമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മന്ത്രി വേദിയിൽ എത്താത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പീരുമേട് തട്ടാത്തിക്കാനത്ത് പരിസര പ്രദേശങ്ങളിലും കാട്ടാന ഉൾപ്പെടെയുള്ളവ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ മന്ത്രി എത്താതിരുന്നത് ഇവർക്കിടയിൽ പ്രതിഷേധവും നിരാശയും ഉണ്ടാക്കി. ഒരു നിവേദനം കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മന്ത്രി വന്നില്ല. 2 കിലോമീറ്റർ അപ്പുറം വരെ മന്ത്രി വന്നിട്ട് ഇങ്ങോട്ട് വരാതെ പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു. എന്താണ് ആ പേടിയെന്ന് മനസ്സിലാകുന്നില്ല. നാട്ടുകാരായ ഞങ്ങളെയാണോ അതോ വന്യജീവിയാണോ എന്നറിയത്തില്ല. മന്ത്രി വരാതിരുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. അതുപോലെ തന്നെ ഈക്കോ ഷോപ്പ് തുറന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനും കൂടെ ഈ ഫോറസ്റ്റുകാർക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. വന്യജീവി ആക്രമണത്തിൽ ജില്ലയിൽ നിരവധി ജീവികൾ പൊലിഞ്ഞിട്ടും വനം വകുപ്പ് യാതൊന്നും ചെയ്യാത്തത് പ്രതിഷേധിച്ച് മന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധവും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കാനത്ത് നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.